Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു നോ അനിയൻ ചിക്കൻ കറിയാണ്. ഒറ്റൊരു ഉള്ളി പോലും ഉപയോഗിക്കാതെ നമുക്ക് വളരെ സ്വാദിഷ്ടമായ ഒരു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളിട്ട് പെരക്കി ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, 4 പച്ചമുളക്, ഒരു 10 വെള്ളുള്ളി. ഇത് നിങ്ങളുടെ വെള്ളുള്ളിയുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് അവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു പട്ട, 2 ഏലക്കായ, 6 ഗ്രാമ്പൂ, ഇത്രയും സാധനങ്ങളിട്ട് അതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. അതൊന്ന് പൊട്ടിക്കഴിയുമ്പം നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് അത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 2 മിനിറ്റോളം കുക്ക് ചെയ്യുക. കരിയാതെ ശ്രദ്ധിക്കണം. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് അത് ഒട്ടിപ്പിടിക്കേണ്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് എണ്ണ നിങ്ങൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിത് ഈ സൈസുള്ള ഒരു തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ചെറിയ തക്കാളി, അതിനെ നമുക്ക് നീളത്തിലരിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് മൂടി വെച്ച് തക്കാളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ അതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എല്ലാ സമയത്തും നമ്മളൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളതെന്ന് ഓർമ്മ വേണം. തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ അതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടുണ്ടായിരുന്ന അതേ മിക്സിയുടെ ജാർ തന്നെയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയും പിന്നെ 1 ടേബിൾ സ്പൂണോളം പെരുംജീരകത്തിൽ നിങ്ങൾ കുറവ് വിചാരിക്കരുത്. അതാണ് ഇതിൻ്റെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഈ അരപ്പിനെ നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം ചെറിയ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ ചിക്കനിൽ ശരിക്കും ഒന്ന് ആവുള്ളൂ. അതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഇഞ്ചിയും വെള്ളുള്ളിയൊക്കെ അരയ്ക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന അതേ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, തിളച്ച വെള്ളം തന്നെ ചേർക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറിപ്പോകും. അത് ചേർത്തതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓയിലൊക്കെ അതിൽ നിന്ന് സെപ്പറേറ്റ് ആയത് കാണാം. അപ്പോൾ കറി നല്ല പെർഫെക്റ്റായി കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കതിനെ ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. അത് കുറച്ച് നേരം ഇങ്ങനെ അടച്ചു വയ്ക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയും റെഡി ആയിട്ടുണ്ട്. അപ്പം ഉള്ളിയില്ലെങ്കിലും വിഷമിക്കാതെ നിങ്ങൾ ഈ റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അടിപൊളി ചിക്കൻ റെഡിയാക്കാം. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.